അപ്പോ എൻ്റെ പേര് ദേവിക PS. നമ്മളിന്ന് ഏർലി മിഡീവൽ പോളിറ്റീസ് ഇൻ ഇന്ത്യയുടെ സെഷൻ ആണ് നോക്കാൻ പോകുന്നത്. അത് ഈ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th തൊട്ട് 13th സെഞ്ചുറി CE വരെയുള്ള സെഷൻസ് ആയിരിക്കും. അപ്പൊ യൂണിറ്റ് 6ൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നോർത്ത് ഇന്ത്യയുടെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു 7th to 13th സെഞ്ചുറി വരെയുള്ളത്. പിന്നീട് യൂണിറ്റ് 7ലേക്ക് കടന്നപ്പോഴത്തേക്കും പെനിൻസുലർ ഇന്ത്യയിലേക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് 6th to 8th സെഞ്ചുറി സമയത്ത്. പിന്നീട് യൂണിറ്റ് 8ലേക്ക് വരുമ്പോൾ പെനിൻസുലർ ഇന്ത്യ 8th to 13th സെഞ്ചുറി CE ഉള്ളതും, പിന്നീട് യൂണിറ്റ് 9 നോക്കിയിട്ടുണ്ടായിരുന്നത് സെൻട്രൽ വെസ്റ്റേൺ ഹിമാലയസ് ആണ്. യൂണിറ്റ് 10 ഈസ്റ്റേൺ ഹിമാലയാസിന്റെ ഏരിയ. അപ്പോൾ ഈ ഒരു റിവിഷൻ സെഷൻ വെച്ചിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് വളരെയധികം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എളുപ്പം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്ന് സമ്മറൈസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ യൂണിറ്റ് 6ൽ മെയിൻലി നമ്മൾ ഏർലി മെഡീവൽ പോളിറ്റീസ് ഇൻ നോർത്ത് ഇന്ത്യ 7th to 13th സെഞ്ചുറി CE ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് പറയുന്നത് പോസ്റ്റ് ഗുപ്ത ചേഞ്ചസ് ആണ്. ഇപ്പൊ പോസ്റ്റ് ഗുപ്ത ടൈം പീരീഡിൽ ഉണ്ടായിരുന്നിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലാൻഡ് ഗ്രാൻസ് ആണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ലാൻഡ് ഗ്രാൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് മൗര്യൻ പോളിറ്റിയിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിനാരിയോ ആയിരുന്നു. അവിടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സ് എല്ലാം തന്നെ ഡോണേഴ്സ് ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാൻഡ് ഗ്രാൻസ് ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബ്രാഹ്മൺസിന് കൊടുക്കുമ്പോൾ ബ്രഹ്മദേയ എന്ന് പറയും. അതേപോലെ ഡോണേഴ്സ് ഡോണീസിന് കൊടുക്കുന്നുണ്ടായിരുന്നു. 5th സെഞ്ചുറി CE ഓൺവേർഡ്സ് ആകുമ്പോൾ ഈ ലാൻഡ് ഗ്രാൻസിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു ബ്രാഹ്മൺസിന്. അതേപോലെ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സും കൊടുക്കുന്നുണ്ടായിരുന്നു, റവന്യൂ റൈറ്റ്സും ലോ ആൻഡ് ഓർഡർ റൈറ്റ്സും വരെ കൊടുക്കുന്നുണ്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്ത്. അപ്പൊ അതാണ് സമന്ത സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഈ സബ്ജുഗേറ്റഡ് ആയിട്ടുള്ള, അതായത് കുറച്ച് അവരുടെ കിങ്ങിന്റെ താഴെ കിടക്കുന്ന ആൾക്കാർ സബ്ജുഗേറ്റഡ് ആയിട്ടുള്ള ചീഫ്സിന് അവരെ ഫ്യൂഡറ്ററീസ് ആക്കി വെക്കുകയാണ്, സമൻസ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവര് തന്നെ ലേറ്റർ റോയൽ ഒഫീഷ്യൽസ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. പിന്നെ ഹർഷചരിതയുടെ ഡീറ്റെയിൽസ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. മെയിൻലി ബാനഭട്ടയുടെ ടെക്സ്റ്റിലാണ് എലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ സമന്തയുടെ റൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ട്രിബ്യൂട്ടറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിസ്റ്റത്തിനെ കീനോട്ട് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആ ബാനഭട്ടയുടെ ടെക്സ്റ്റിൽ വരുന്നത് ആ ഡിസ്ക്രിപ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഏർലി മെഡീവൽ ഇന്ത്യയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നതിൽ കാരണമായിട്ടുള്ള എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്നാണ് നോക്കുന്നത്. അപ്പൊ ഏർലി ഹിസ്റ്റോറിക്കൽ ഫേസിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ് എല്ലാം ഹെഡ് ചെയ്തിരുന്നത് ക്ഷത്രിയസ് ആയി. അപ്പോ ലൈക്ക് ക്ഷത്രിയാസ് ആണ് കിങ്സ് ആയിട്ട് ഇങ്ങനെ ഹെറിഡിറ്ററി പവർ ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓഫീഷ്യൽഡം ആണ് ഉണ്ടായിരുന്നത്. അതേപോലെ റെമ്യൂണറേഷൻ ക്യാഷിലാണ് ഉണ്ടായിരുന്നത്. ഈ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ക്യാഷ് നെക്സസ് ഉണ്ട്. ഇപ്പൊ അർബനൈസേഷൻ, ട്രേഡ് എക്സ്പാൻഷൻ നടന്നു, ഓവർസീസ് ട്രേഡ് നടക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഏർലി മിഡീവൽ ഇന്ത്യയിലേക്ക് ആ ട്രാൻസിഷനിലേക്ക് നമുക്ക് ആ ഫേസ് ആയിട്ട് പറയാൻ പറ്റും. പിന്നീട് വരുന്നതാണ് ഫ്യൂഡലിസത്തിന്റെ മോഡൽ. അവിടെ യൂണിറ്ററിയും മൗര്യൻ സിസ്റ്റം ഉണ്ടായിരുന്നത്, വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടായിരുന്നതിന് ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചിട്ട് ഒരുപാട് ലോക്കി ഓഫ് അതോറിറ്റി, ഫ്രാഗ്മെന്റഡ് ആയിട്ട് അതോറിറ്റീനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ആ ഫ്യൂഡലിസം മോഡലിലേക്ക് വന്നത്. പിന്നെ NR റേയുടെ 3 ഫേസസ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് 7th to 12th സെഞ്ചുറി ആണ് ആദ്യത്തെ ഫേസ്, 12th to 6th സെഞ്ചുറി CE ആണ് അടുത്ത ഫേസ്, 16th to 18th ആണ് അടുത്തത്. ഇവിടെ ഇതിനെ ക്യാരക്ടറൈസ് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. റീജിയണൽ കിങ്ഡംസ് ഏതൊക്കെയായിരുന്നു ഈ ഫേസസിലുള്ളത്,
അഗ്രേറിയൻ എക്കണോമി എങ്ങനെയായിരുന്നു, റീജിയണൽ ആർട്ട് ലാംഗ്വേജ്, ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഫേസസിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റേറ്റ് ഫോർമേഷന്റെ ആട്രിബ്യൂട്ട് മെയിൻ ആയിട്ട് പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റീവ് പൊളിറ്റിക്സ് ആണ് ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ ഹിസ്റ്റോറിയൻസ് കൗണ്ടർ ചെയ്യുന്ന ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ മോഡൽ ഉണ്ട്. സ്റ്റേറ്റ് ഫോർമേഷൻ ഒക്കർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് ഇവര് റീജിയണൽ ലെവലിൽ സ്റ്റേറ്റിന്റെ സൊസൈറ്റി ഡെവലപ്മെന്റ് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെ ട്രൈബ്സ് അവരുടെ ട്രാൻസ്ഫോർമേഷൻ, റവന്യൂ പേയിങ് ട്രൈബ്സ് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത് മാറിയിട്ട് റവന്യൂ പേയിങ് പെസൻസ് ആയിട്ട് അവര് റോള് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു കാലഘട്ടം, അതും പറയാം. പിന്നീട് സ്റ്റേറ്റ്ഹുഡിന്റെ ഇത് പറയുന്നത് പറയുന്നതിൽ കൺസോൾട്ടേഷൻ ഓഫ് ഈ റീജിയണൽ കൾട്ട്, ഇപ്പൊ ഭക്തി മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, ആ റീജിയണൽ കൾട്ട് ഒക്കെ ഉണ്ടായിരിക്കുന്നത് അമാൽഗമേഷൻ നടന്നു ട്രൈബൽ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ റിച്വൽസ് തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ, അമാൽഗമേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതുവഴിയൊക്കെയാണ് സ്റ്റേറ്റ് ഫോം ആയി വരുന്നത്. 3 മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ പറയുന്നത്. ഐഡിയോളജി, ഈ മൊണാർക്കീനെ എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയോളജി ഉണ്ടായി. അഗ്രികൾച്ചർ സർപ്ലസ് അപ്രോപ്രിയേഷൻ നടന്നു, അഗ്രികൾച്ചർ സർപ്ലസ് പ്രൊഡക്ഷൻ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഹൈറാർക്കിക്കൽ സിസ്റ്റം, ഹെജിമോണിയുടെ ബേസിസിൽ, അതായത് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഹൈറാർക്കി സൊസൈറ്റിയിൽ ഉണ്ടായി മാറി. ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ് ഫോർമേഷന്റെ ഫാക്ടേഴ്സ് പറയുന്നത്. മേജർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പവേഴ്സ് ആണ് ഇനി നോക്കുന്നത്. ബംഗാൾ റീജിയനിൽ മെയിൻ ആയിട്ട് പാലാസ് ആണ്. അവിടെ തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത് കർണസ്വർണം ശശാങ്ക ആണ് പറയുന്നത്. ഇതിൽ പിന്നീട് ഗോപാല പാല ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളറാണ്. ഇത് എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ചീഫ് ആയിട്ടാണ് വന്നത്. പിന്നെ ധർമ്മപാല പാല ഡൈനാസ്റ്റി, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. പാലാസിന്റെ ഗ്ലോറിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ടറും കൂടിയായിരുന്നു ധർമ്മപാല. ഇദ്ദേഹം വിക്രംശില യൂണിവേഴ്സിറ്റിയുടെ പേട്രനുമായിരുന്നു. വിക്രംശില യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടറായിട്ടും നമുക്ക് ഫണ്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് പേട്രനായിട്ടും പറയാൻ പറ്റും. പിന്നെ രാഷ്ട്രകൂടാസ് ആണ് അടുത്ത ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ട് ഇവിടെ വരുന്നത്. രാഷ്ട്രകൂടാസ് എന്ന് പറയുന്നത് ഡെക്കാൻ പവറാണ് പറയാൻ പറ്റുന്നത്. ഇവിടെ നോർത്തിനെ എക്സ്പാൻഡ് ചെയ്താണ് അവർ പവർ കൺസോൾട്ടേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കിങ് ധ്രുവ വിന്ധ്യാന്റെ റീജിയൻ ക്രോസ് ചെയ്തു. പ്രതിഹാരാസിനെയും പാലാസിനെയും ഇനിഷ്യലി ഡിഫീറ്റ് ചെയ്തിട്ടാണ് എക്സ്പാൻഷൻ നടക്കുന്നത്. പിന്നീട് പ്രതിഹാരാസ് ആണ് വരുന്നത്. പ്രതിഹാരാസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ നടക്കുന്നത് വത്സരാജയുടെ കീഴിലാണ്. എക്രോസ് രജപുത്തന, സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്തും രജപുത്തന റീജിയന്റെ ഭാഗത്തും. ഇതിനെ പിന്നെ ഇവര് ഈസ്റ്റ്വേർഡ് എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട്. അത് കാരണം കുറച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ഒരു സിനാരിയോ ആണ് ഈ ട്രൈപാർട്ടിക് സ്ട്രഗിൾ നടക്കുന്നത്. ഇവിടെ ഖനൗജിന് വേണ്ടിയിട്ടൊരു സ്ട്രഗിൾ ആയിട്ട് പറയാം. 4 ഫേസസിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു ആദ്യത്തെ ഫേസിൽ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ രാഷ്ട്രകൂട ധ്രുവ വത്സരാജാനെയും ധർമ്മപാലനെയും ഡിഫീറ്റ് ചെയ്ത ആ ഒരു കാലഘട്ടം, ആ ഫേസ് ആണ്. രണ്ടാമത്തെ ഫേസിൽ എന്ന് പറയുന്നത് ധർമ്മപാല റിക്കവർ ചെയ്തിട്ട് ഇമ്പീരിയൽ അസംബ്ലി ഖനൗജിൽ ഹോൾഡ് ചെയ്ത് ഒരു ഓവർലോഡ് ആയിട്ട്, നോർത്ത് ഇന്ത്യയുടെ ഓവർലോഡ് ആയിട്ട് ധർമ്മപാല റിക്കവർ ചെയ്യുന്ന സ്റ്റേജ് ആണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. തേർഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും പ്രതിഹാര നഗഭട്ട ധർമ്മപാലയുടെ ഖനൗജ് നോമിനീനെ ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഫോർത്ത് ഫേസിൽ ഗോവിന്ദ 3, അതായത് രാഷ്ട്രകൂട ഇതിലേക്ക് ഇന്റർവീൻ ചെയ്യുന്നതും ഈ നാഗഭട്ടയെ ഫ്ലീ ചെയ്യിപ്പിക്കുന്നതുമാണ് കാണാൻ പറ്റുന്നത്. അത് 4 സ്പേസസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഈ പിന്നെ പാലയുടെ റിക്കവറി പറയുന്നെന്ന് പറഞ്ഞാൽ ഈ ധർമ്മപാലയും സൺ ആയിട്ടുള്ള ദേവപാലയും അൾട്ടിമേറ്റ്ലി ഇവര് വാസ്റ്റ് ടെറിട്ടറീസിന് റിക്കവർ ചെയ്തെടുത്തു. ദേവപാല ഒരു മാസീവ് ആയിട്ടുള്ള നോർത്തേൺ എംപയർ മൊത്തം കൺട്രോളിലായിരുന്നു. പാലാസിന്റെ ഡിക്ലൈൻ എങ്ങനെയാണ് പിന്നീട് സംഭവിച്ചത്? അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇൻവേഷനും റേറ്റ്സും ആണ് കാര്യമായിട്ട് പറയുന്നത്. ഇപ്പോ ഇൻവേഷനും റേറ്റ്സ് എന്ന് പറയുന്ന കാര്യം റെയ്ഡ് നടത്തിയിട്ടുള്ളത് മെയിൻ ആയിട്ട് 3
രാഷ്ട്രകൂടാസും ചണ്ടേലാസും കാലച്ചുരീസുമാണ്. അപ്പൊ ഈ ഇൻവേഷൻ കാരണമാണ് ഇവർ ഫീഡായി വരുന്നത്, അവരുടെ പവർ. അതേപോലെ തന്നെ കംബോജാസ് നോർത്ത് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിന്റെ റീജിയൻ 10th സെഞ്ചുറി സിയിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നീട് അടുത്ത ഒരു കാര്യമാണ് മഹിപാലകൾ. അദ്ദേഹം കിങ്ഡം സക്സസ്ഫുള്ളി ഏകദേശം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എഗൻസ്റ്റ് ഇപ്പോ കാലച്ചുരീസ്, ചോളാസ് വരുന്നത്. രാജേന്ദ്ര ചോള ആണ് ഇൻവേഷൻ ലീഡ് ചെയ്തിട്ടുള്ളത്, ചാലുക്യാസ്. അപ്പൊ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് മഹാബാലവർമ്മനും സാധിച്ചിട്ടുണ്ട്. പിന്നെ സേനാസിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വിജയസേന മദനപാലനെ ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതും ഒരു ഡിക്ലൈൻഡ് റീസൺ ആയിട്ട് വരുന്നുണ്ട്. കാര്യം ഇവിടെ സേന ഡൈനാസ്റ്റി വെസ്റ്റ് ബംഗാളിൽ ഈ ഒരു കാലഘട്ടത്തിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാലാസിന്റെ ഡോമിനൻസ് കുറയുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. ഏർലി മിഡീവൽ പോളിറ്റിയുടെ അപ്രോച്ചസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ട്രഡീഷണൽ അല്ലെങ്കിൽ ഇമ്പീരിയൽ മോഡലാണ്. ഓറിയന്റൽ ഡിസ്പോട്ടിസം അസംഷൻസ് ഉണ്ടായിരുന്നു കുറെ ആ ഒരു ഏർലി മിഡീവൽ പോളിറ്റിയുടെ ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം ഈ ചേഞ്ച് സംഭവിക്കുന്നതിനെ നെഗറ്റീവായിട്ടാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പൊ ഒരു കൺസർവേറ്റീവ് ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വളരെയധികം ഓറിയന്റലിസം ഫേവർ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്ററി സ്റ്റേറ്റിനെ ഫേവർ ചെയ്യാന്നുള്ളതാണ് അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഇന്ത്യൻ ഫ്യൂഡലിസം. സോ യാദവ, ശർമ്മ ഇവരാണ് ആ സമയത്ത് വരുന്നത്. ഇവിടെ ഡീസെൻട്രലൈസേഷൻ കാരണം അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നു. ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്ന സമയത്ത് ഈ ലാൻഡ് സ്പ്ലിറ്റ് ചെയ്താണ് ലൈക്ക് ഈവൻ ബ്രാഹ്മണസിന് കൊടുക്കുന്നതും ബാക്കി ഇപ്പോ ബുദ്ധിസ്റ്റ് വിഹാരസിന് കൊടുക്കുന്നതും അതെല്ലാം തന്നെ നടക്കുന്നതും ഈ ഡീസെൻട്രലൈസേഷൻ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സമന്ത ഹൈറാർക്കി ക്രിയേറ്റ് ആയി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഫ്യൂഡൽ ഒരു സമന്ത വാസൽ ഹൈറാർക്കി വരുന്നു. പിന്നീട് ഇന്റഗ്രേറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്. ഇവിടെ സ്ട്രക്ചറൽ ഡെവലപ്മെന്റിന് ഫോക്കസ് കൊടുക്കുന്ന ഒരു ഇതാണ്. ഇവിടെ മൈക്രോ ലെവലിൽ പോലും ഉണ്ടായിരുന്നത്. എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റേറ്റിന്റെ സൊസൈറ്റി ലീനിയേജിന്റെ എക്സ്പാൻഷൻ വഴി എമർജ് ചെയ്തു എന്നാണ് ഈ ഒരു കാലഘട്ടം പറയാൻ പറ്റുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് രജപുത്സ് ആയിരുന്നു. രജപുത്സിന്റെ സമയത്തുള്ള സ്റ്റേറ്റ് ഫോർമേഷൻ എങ്ങനെയാണ്? ഇപ്പൊ രജപുത്സിന്റെ ഒറിജിനും ലീനിയേജും നോക്കുമ്പോൾ 7th സെഞ്ചുറിക്ക് ശേഷം റൂളിംഗ് ക്ലാൻസ്, രാജസ്ഥാനിലെ റൂളിംഗ് ക്ലാൻസ് ആണ് രജപുത്സ് മെയിൻ ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ തിയറീസ് ശരിക്കും പറഞ്ഞാല് ഇപ്പം ഫോറിൻ സ്റ്റോക്ക് ക്ഷത്രിയ വർണ്ണയ്ക്ക് കൊടുക്കുന്ന, ബാർഡിക് അഗ്നികുണ്ട കൊടുക്കുന്നത്, രജ്പുതൈസേഷൻ എന്നൊക്കെ പറയാൻ പറ്റും ഇതിന്റെ ഒറിജിൻ നടക്കുന്നത്. അതായത് ട്രൈബലിൽ നിന്നും സ്റ്റേറ്റ് പോളിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ആവുന്നത്, രജപുത്സിലേക്ക് മാറുന്നു എന്നുള്ളത് ഒരു ഈ സിവിലൈസേഷണൽ ചേഞ്ച് കൊണ്ടുവരുന്നത് പോലെയാണ് ശരിക്കും ആ ട്രാൻസ്ഫോർമേഷൻ നടന്നെന്ന് ഒറിജിനായിട്ട് പറയുന്നു. പിന്നെ ബ്രഹ്മ ക്ഷത്ര സ്റ്റേറ്റസ് അതിനെ അസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടെ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ അതോറിറ്റി വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രജപുത്സ് എന്ന് പറയുന്നത് ബ്രഹ്മ ക്ഷത്ര സ്റ്റേറ്റസ് ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, കൂടുതൽ ലെജിറ്റിമസി കിട്ടാൻ വേണ്ടിയിട്ടും. പിന്നെ ഇവിടെ അഗ്രികൾച്ചറൽ ഗ്രോത്ത് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അഗ്രികൾച്ചറിന്റെ എക്സ്പാൻഷൻ കാരണം ഇറ്റ് ഹെൽപ്പ് സബ്ജുഗേറ്റ് ഒരുപാട് ട്രൈബ്സ് ഇപ്പൊ ശബാരാസ്, ഭില്ലാസ് എല്ലാം ഇവിടെ ലാർജ് എസ്റ്റേറ്റ്സ് എസ്റ്റാബ്ലിഷ് ആവുന്നതായിട്ടും കാണാൻ പറ്റും. പിന്നെ നോക്കുന്നത് രജപുത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. അവിടെ രജപുത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് എങ്ങനെയായിരുന്നു എന്ന് നോക്കുമ്പോൾ അവരുടെ ടെറിട്ടോറിയൽ യൂണിറ്റ്, ലാൻഡ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നത്? ക്ലാൻസ് ഡിവൈഡ്, അതായത് ഓരോ ക്ലാൻസിന് ഇന്ന ക്ലാൻസിന് ഇത്തരം ലാൻഡ്, അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത്. വില്ലേജസിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ബ്ലോക്സ് ആക്കി മാറ്റി. ഇപ്പം 6 or 84 ബ്ലോക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്റർ ക്ലാൻ മാരേജ് നെറ്റ്വർക്ക്സ് എലീറ്റ്സിന് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തും അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു
റൂള് പോലെ ഉണ്ടായി, കസ്റ്റം പോലെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് വരുന്നത് അപ്പലേഷൻസ് ആണ്. ഇപ്പൊ അവിടുത്തെ റൂളേഴ്സിന് രജപുത്ര, റൗത്ത, രണക എന്നൊക്കെ പറയുന്ന ടേംസ് വെച്ചിട്ട് അവർ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പൊ രാജാതിരാജ എന്നൊക്കെ പറയുന്ന പോലെ ടൈറ്റിൽസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഹെറിഡിറ്ററി ഇത് പാസ് ഓൺ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഈവൻ ആഫ്റ്റർ 12th സെഞ്ചുറി CE വരെ ഇത് പ്രിവലന്റ് ആയിരുന്നു. ലാൻഡ് അസൈൻമെന്റിന്റെ കാര്യം നോക്കുമ്പോൾ ഇനീഷ്യലി അത് പ്രീസ്റ്റിനോ ടെമ്പിളിനോ ആണ് ലാൻഡിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്യുലർ ഗ്രാൻസ് ബ്രാഹ്മിൻസിന് കൊടുക്കാൻ തുടങ്ങി. കയാസ്താസ്, ക്ഷത്രിയാസ്, സിവിൽ മിലിറ്ററി റോളിന് വേണ്ടി ഈ ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്ന ഒരു കസ്റ്റമായിട്ട് മാറാനായിട്ട് തുടങ്ങി. അടുത്ത് നോക്കുന്നത് ഫ്യൂഡറ്ററീസ് ആൻഡ് സബ്ഫ്യൂഡേഷൻ ആണ്. ഇവിടെ പ്രതിഹാര സിസ്റ്റമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ഇല്ല, മെഷീനറി ഇല്ല. ഇപ്പം സെൻട്രൽ ഒഫീഷ്യൽസിനെ ഇവിടെ നിയുക്താസ് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ടെറിട്ടറീസിനെ എന്ന് വെച്ചാൽ ടെറിട്ടറീസിനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ഫ്യൂഡേറ്ററീസ് ഉണ്ടായിരുന്നു. സബ് ഫ്യൂഡേഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഉള്ള ആ ഒരു ലാൻഡ് ഇതെന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് വീണ്ടും സബ്ജുഗേറ്റഡ് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഡിവിഷൻ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. സെൻട്രലൈസ്ഡ് അല്ലാത്ത ഡീസെൻട്രലൈസേഷൻ ഓഫ് ബ്യൂറോക്രസിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്യൂഡറ്ററീസ് ഈ മിലിറ്ററി അസിസ്റ്റൻസ് ഒരു സ്യൂസറി ഹെഡിന്, അതായത് ഇപ്പൊ റൂളറിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഫ്യൂഡറ്ററീസ് ഇവരുടെ താഴെയാണ് നിൽക്കുന്നത് റൂളേഴ്സിന്റെ, പക്ഷെ അവര് മിലിറ്ററി അസിസ്റ്റൻസ് ഇവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ലേഖ പദ്ധതിയാണ്. ഇതൊരു ലീഗൽ ടെക്സ്റ്റ് ആണ്. 12th to 13th സെഞ്ചുറി CE വരെ നമുക്ക് അത് എഴുതപ്പെട്ടതായിട്ട് പറയാം. ഇവിടെ ഈ ഫ്യൂഡറ്ററീസ് ഗുജറാത്തിൽ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പറയും. മെയിൻ ആയിട്ട് ഇപ്പൊ മിലിറ്ററി ഇൻ കേസ് ഇപ്പൊ ഒരു വാർ നടക്കുന്ന സമയം ആ റൂളറിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നതാണ് അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ആയിട്ട് പറയുന്നത്. പാലാസിന്റെ സമയത്ത് ക്വാളിറ്റി എങ്ങനെയായിരുന്നു എന്നാണ് ഇത് ജസ്റ്റ് പറയാൻ പോകുന്നത്. ഇവിടെ റോയൽ അതോറിറ്റി എടുക്കുമ്പോൾ ടൈറ്റിൽ ഉണ്ടായിരുന്നു. പാലാസിന്റെ സമയത്തും പരമേശ്വര, മഹാരാജാതിരാജ, പരം ഭദ്രക ഇതൊക്കെ ടൈറ്റിൽസ് ആയിട്ട് വരുന്നു. അതേപോലെ ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നത് ബ്രാഹ്മിൻസിനും ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി വളരെ ഫ്രീക്വന്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ സബ് ഇൻഫ്യൂഡേഷന്റെ കാര്യം രജപുത്തിന്റെ പോളിറ്റീസിൽ ഉണ്ടായിരുന്നു. പക്ഷെ പാലാസിന്റെ സമയത്ത് നമുക്കൊരു എവിഡൻസ് സബ് ഇൻഫ്യൂഡേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എവിഡന്റ് ആയിട്ട് കിട്ടുന്നില്ല. അടുത്ത കാര്യം അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഈ വില്ലേജസിനെ കുറച്ച് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1 and 10 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോ ഒരു ഗ്രാമപതി അത് ഹെഡ് ഓഫ് ദ വില്ലേജ് ആയിരിക്കും. ആൻഡ് താസഗ്രാമിക എന്നൊക്കെ പറഞ്ഞ് അവർ ഹെഡ്സ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഏർലി മിഡീവൽ പോളിറ്റീസ് പെനിൻസുലാർ ഇന്ത്യയിലെ ഭാഗത്ത് വരുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ അടുത്തത് അനലൈസ് ചെയ്യാൻ പോകുന്നത്. 6th to 8th സെഞ്ചുറി CE കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതില് മേജർ കിങ്ഡംസ് 6th to 8th സെഞ്ചുറി CE വരുമ്പോൾ കോർ ആയിട്ടുള്ള കുറച്ച് റിവർ വാലീസിന്റെ ഏരിയയിൽ ആണ് ഈ സിവിലൈസേഷൻ കിങ്ഡംസ് മെയിൻ ആയിട്ട് വരുന്നത്. പല്ലവാസ്, പാണ്ഡ്യസ്, ചാലുക്യാസ്, ബാദമി ഇതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പല്ലവാസ് എവിടെയായിരുന്നു? പാലാർ ചെയ്യാർ വാലി, അതായത് ഇപ്പോഴത്തെ കാഞ്ചീപുരം ഏരിയയിലാണ് ഫോക്കസ്. പാണ്ഡ്യാസ് ആണെങ്കിൽ വൈഗൈ, തമ്രപരണി വാലീസ്, മധുരൈ റീജിയനിലാണ് വരുന്നത്. ചാലുക്യാസ് ഓഫ് ബദമി വരുന്നത് നോർത്ത് കർണാടക പോർഷനിലാണ് വരുന്നത്. അപ്പൊ ഇവരുടെ ക്വാളിറ്റി നമ്മൾ പറയുമ്പോൾ കോർ ഏരിയാസിൽ കൺഫൈൻ ചെയ്യപ്പെട്ടിട്ട്, അതായത് ഇവർക്ക് ആ ഏരിയ തരംതിരിച്ചിട്ടായിരുന്നു ഇവര് ഇന്ന ക്വാളിറ്റി സിസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ലാർജ് പ്ലെയിൻസ് ഇല്ലായിരുന്നു, എക്സ്പാൻഷൻ ഇല്ലായിരുന്നു, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു റീജിയണൽ കൾച്ചേഴ്സ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നു ശരിക്കും. പിന്നെ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടക്കുന്നത്, അതായത് ഇപ്പൊ ചാലുക്യാസ് ഓഫ് ബദമി പറയുമ്പോൾ ഇവിടെ പുലകേശൻ ടൂവിന്റെ സമയത്ത് നർമ്മദ റീജിയനിലോട്ട് ഈ എക്സ്പാൻഷൻ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അന്ന് ഹർഷയായിരുന്നു ആ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പുലകേശൻ ടൂവിന്റെ ഡിഫീറ്റിംഗ് ഓഫ് ഹർഷ ചാലുക്യാസിന്റെ എക്സ്പാൻഷൻ നടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ പല്ലവാസുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് കൃഷ്ണ ഗോദാവരി ഡെൽറ്റാസിന്റെ
ഇതിൽ നടക്കുന്നുണ്ട്. അങ്ങനെയും ടെറിട്ടറി അവരെ എക്സ്പാൻഡ് ചെയ്തു. പല്ലവാസിന്റെ കാര്യം പറയുമ്പോൾ നരസിംഹവൾ ചാലുക്യാസിനെ ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ബദമിയിലെ കുറച്ച് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇവര് പല്ലവാസ്. ഇവര് ഈവൻ നേവൽ എക്സ്പെഡീഷൻസ് ശ്രീലങ്ക വഴി അതായത് നേവൽ എക്സ്പെഡീഷൻസ് വഴി ടെറിട്ടറി കൂടുതൽ എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട് ശ്രീലങ്ക വരെ. രാഷ്ട്രകൂടർ ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു? ഇപ്പോ ചാലുക്യയുടെ റൂൾ എന്ന് പറയുന്നതിന് മൊത്തത്തില് രാഷ്ട്രകൂടാസ് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് 750 സിയിൽ നമുക്ക് കാണാൻ പറ്റും. നോർത്തേൺ അതായത് നോർത്ത് റീജിയനിൽ വീണ്ടും വീണ്ടും അവര് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതായിട്ടും രാഷ്ട്രകൂടാസിന് കാണാനായിട്ട് പറ്റും. ഇനി മൊണാർക്കിക്കൽ പോളിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് അവിടെ ആ കാലഘട്ടത്തിൽ. ഇപ്പൊ കിങ്ഷിപ്പിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാ, മൊണാർക്കിയുടെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാ? ഹെറിഡിറ്ററി ആയിട്ടാണ് കിങ്ഷിപ്പ്, അതായത് ഒരു കിങ് ഉണ്ടാവും, അത് എൽഡസ്റ്റ് ആയിട്ടുള്ള സൺ ആയിരിക്കും അടുത്ത ഒരു കിങ് ആയിട്ട് വരിക. പിന്നീട് മദ്രാസൻ മൂലപ്രകൃതി സംടൈംസ് ചൂസ് ഈ കിങ്സ് ഓൾസോ. ഇപ്പൊ നന്ദിവർമ്മൻ ടൂവിനെയൊക്കെ ചൂസ് ചെയ്ത് അങ്ങനെയായിരുന്നു, അതായത് ഇപ്പൊ ഹെറിഡിറ്ററി അല്ലാതെ ചൂസ് ചെയ്യുന്നതായിട്ടും വരാം. പിന്നീട് വരുന്നതെന്ന് പറയുന്നത് മിത്തിക്കൽ ജെനിയോളജീസ്, അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ബ്രാഹ്മിൻ സ്കോളേഴ്സ് ഒക്കെ കൊണ്ടുവന്ന ഒരു ഒറിജിൻ ആയിട്ട് ഡിവൈൻ ആയിട്ടുള്ള ഒരു ഒറിജിൻ ആയിട്ട് കിങ്ങിനെ പറയുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ വേദിക് റിച്വൽസ് ഇവർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, ഹിരണ്യഗർഭ, അശ്വമേധ, ഇതെല്ലാം കാരണം അവരുടെ ക്ഷത്രിയ സ്റ്റേറ്റസിനെ കൂടുതൽ ലെജിറ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് ആൾക്കാരുടെ അംഗീകാരം ലഭിക്കുക, അതായത് ലെജിറ്റിമസി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടായിരുന്നു ഈ റിച്വൽസ് വഴി. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാല് ബ്രഹ്മ ക്ഷത്രിയാണ്. ഇവിടെ ഈ പല്ലവ റൂളേഴ്സ് ശരിക്കും മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പല്ലവ റൂളേഴ്സ് ഡുവൽ സ്റ്റാറ്റസ് പറയുന്നുണ്ട്, അതായത് അവര് ബ്രാഹ്മണും ക്ഷത്രിയുടെയും സ്റ്റേറ്റസ് രണ്ടും ആട്രിബ്യൂട്ട് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ടു അസേർട്ട് സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി അവർക്ക് കിട്ടണം എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. കൂടുതൽ ലെജിറ്റിമസിയും അവർക്ക് കിട്ടും. ഇനി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നോക്കുമ്പോൾ ടെറിട്ടോറിയൽ ഡിവിഷൻസ് ഇല്ലേ, അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. അഹാര, വിഷയ, രാഷ്ട്ര, നാട്, ഇങ്ങനെ പല പല സെഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ടെറിട്ടറി ഉണ്ടായിരുന്നത്. ഇപ്പൊ പല്ലവാസ് ഈ നാടിന് എബവ് ആയിട്ട് നിൽക്കുന്നത്, ഇപ്പം കോട്ടം എന്ന് പറയുന്ന റീജിയൻ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെക്ഷനെയും ഉണ്ടായി. ഇതിനെ ഹെഡ് ചെയ്തിരുന്നത് വിഷയപതി, രാഷ്ട്രപതി എന്നൊക്കെ പറയുന്ന എന്ന് വെച്ചാൽ ഒരു ഏരിയയുടെ ഹെഡ്, ടെറിട്ടോറിയുടെ ഹെഡ് ആയിരിക്കും ഇങ്ങനെ രാഷ്ട്രപതി അല്ലെങ്കിൽ വിഷയാപതി എന്ന് പറഞ്ഞ ഹെഡ്സ് ഉണ്ടായിരുന്നു. റവന്യൂ എങ്ങനെയാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്? ഇവിടെ മെയിൻ ആയിട്ടും റവന്യൂയുടെ ഓഫീസ് എന്ന് പറയുന്നത് നിലൈക്കാലം എന്നായിരുന്നു. ടാക്സസ് കളക്ട് ചെയ്യാൻ, ഇപ്പൊ പ്രൊഫഷന് ടാക്സസ് ഉണ്ടായിരുന്നു, ലാൻഡ് ടാക്സസ് ഉണ്ടായിരുന്നു, മാർക്കറ്റിന് ടാക്സസ് ടോള് കൊടുക്കണം, സോൾട്ട് മാനുഫാക്ചറിങ്ങിന് റൈറ്റ്സ് ഉണ്ട് അതിന്റെ കൊടുക്കണമായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം ഇവർക്ക് റവന്യൂ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ സെൻട്രൽ ഒഫീഷ്യൽസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ അമത്യ അല്ലെങ്കിൽ മന്ത്രി എന്ന് പറയുന്നത് മിലിറ്ററി പവറും സിവിൽ ഡ്യൂട്ടീസും രണ്ടും ചെയ്യുന്നുണ്ടായിരുന്നു. സേനാപതിയാണ് മിലിറ്ററി റൂളേഴ്സ്, മിലിറ്ററി പവർ എന്ന് പറയുമ്പോൾ വരുന്നത്. സിവിൽ ഡ്യൂട്ടി ചെയ്യുന്നത് ആജ്ഞാപതി എന്നാണ്. അപ്പം രണ്ടും സെൻട്രൽ ഒഫീഷ്യൽസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റിസ് ആണ് നോക്കുന്നത്. ഇപ്പോ വില്ലേജ് ലെവലാണ് ലോവസ്റ്റ് ടെറിട്ടോറിയൽ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് വേറെ വേറെ ബ്ലോക്സ് വരും. ഇപ്പൊ നമുക്ക് പഞ്ചായത്ത്, സ്റ്റേറ്റ് ലെവൽ, സെൻട്രൽ അങ്ങനെ പറയുന്നത് പോലെ ലോവസ്റ്റ് ടെറിട്ടോറിയൽ യൂണിറ്റ് ആയിരുന്നു വില്ലേജ് ലെവൽ. അപ്പം അവിടെ കോർപ്പറേറ്റ് ബോഡീസ് ഉണ്ടായിരുന്നു ചീഫ് ആയിട്ടുള്ള ഇൻഹിബിറ്റൻസിനെ ചെയ്യാനായിട്ട്, അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ മഹാജന, സഭ, ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ബോഡീസ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേഷനെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡീസാണ്. ഗാവുന്ത എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറിന്റെ പേരാണ്. ചാലുക്യ ഏരിയയില് വില്ലേജ് ഓഫീസറിന്റെ പേരാണ്. ഇതേപോലെ കരാനിക എന്ന് പറയുന്നത് അവിടുത്തെ അക്കൗണ്ടന്റിന്റെയും പേരായിട്ട് വരും. ഇനി ജസ്റ്റിസിന്റെ കാര്യം പറയുമ്പോൾ കിങ്ങിന്റെ കോർട്ട് ഉണ്ടായിരുന്നു, അധികാരണം. ലോക്കൽ ലെവലിൽ ഉണ്ടായിരുന്നതോ പർമസാനയാണ്.
അപ്പൊ ഇതുവഴിയാണ് ജസ്റ്റിസസ് അവിടെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. 6th to 8th സെഞ്ചുറി CE വരെ പൊളിറ്റിക്കൽ പ്രോസസ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു സമന്ത ഫ്യൂഡേറ്ററി നെറ്റ്വർക്ക് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചീഫ്ഷിപ്സ് ഉണ്ടായിരുന്നു. ഒരു ചീഫ്സ് ആയിട്ട് ഇങ്ങനെ അവരുടെ ഒരു ഫ്യൂഡേറ്ററി സിസ്റ്റം ഉണ്ടായിരുന്നു. ഹെജിമോണിക് കൺട്രോളിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്തത്. എന്നാൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ചീഫ്ഷിപ്സ് അല്ല അവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റാങ്കിങ് എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്കൽ വോൾട്ടി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിസിൽ ഇതിനെ ഇങ്ങനെ റാങ്ക് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു. ഇതിന്റെ റീസ്ട്രക്ചറിങ് നടക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പൊ ഏർലി ട്രൈബൽ അല്ലെങ്കിൽ ട്രൈബൽ സമയം എന്ന് പറയുന്നത് അൺഈവൻ ആയിട്ടുള്ള സോഷ്യോ ഇക്കണോമിക് ഒരു ഓർഗനൈസേഷൻ ആണ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അഗ്രേറിയൻ സൊസൈറ്റി ആയിട്ട് മാറ്റി. ആ ഒരു റീസ്ട്രക്ചറിങ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത്. പിന്നെ വരുന്നത് ബ്രഹ്മദയാൻ ടെമ്പിൾ ആണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോ പെസന്റും പാസ്റ്ററൽ റീജിയനിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാൻ തുടങ്ങി. അത് വരാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോ ഇത് റൂൾ ചെയ്യുന്ന ഫാമിലീസ് ഇല്ലേ, ഹെഡ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഐഡിയോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി. ഈ ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നതിന്റെ ഭാഗമായിട്ട്. ഇനി അടുത്ത നമ്മൾ യൂണിറ്റ് 8ലേക്ക് കിടക്കണം. അപ്പൊ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്. പിന്നെ അടുത്ത സെഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ 8 to 13 സെഞ്ചുറി CE ആണ്. ഇവിടെ ഏർലി മിഡീവൽ പോളിറ്റീസ് പെൻസുലാർ ഇന്ത്യയുടെ നോക്കുക. അപ്പൊ പിന്നീടുള്ള കാലഘട്ടത്തില് തമിഴകം അതിന്റെ ട്രാൻസിഷനും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ മെയിൻ ആയിട്ട് സംഭവിച്ച എന്താന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ സ്ട്രാറ്റിഫിക്കേഷൻ നടക്കും. ബ്രാഹ്മണ ഗ്രൂപ്പ്സിന്റെ പ്രസൻസ് വളരെയധികം കൂടുന്നു. അതുവഴി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുണ്ട്. അതുവഴി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ആവാനും കാരണമായി. ഇപ്പോ സംഘം ഏജ് ശരിക്കും ഇതിനെ ക്യാരക്ടറൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. 3rd സെഞ്ചുറി BC തൊട്ട് 3rd സെഞ്ചുറി CE വരെ വരുന്നതാണ്. ഇവിടെ ഈ ഒരു കാലഘട്ടം എടുത്ത് സംഘം ഏജ് എന്ന് പറയുമ്പോൾ അൺഈവൻ ആയിട്ടുള്ള ഡെവലപ്മെന്റും ചീഫ് അതായത് റൂൾ ബൈ ചീഫ്സ് ഉള്ളതും അൺഈവൻ ആയിട്ട് കാണാൻ പറ്റും. പോസ്റ്റ് 3rd സെഞ്ചുറി CEയുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് ശരിക്കും പറയപ്പെടുന്നത്. ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ചാൽ ഇപ്പം ഫ്ലോ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ വളരെയധികം ഇമ്മൻസ് ആയിട്ട് നടക്കാൻ തുടങ്ങി റിവർ വാലിയുടെ ഏരിയയിൽ. അതേപോലെ നോൺ കൾട്ടിവേറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ് എമർജ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് നോൺ കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നീട് മൊണാർക്കിക്കൽ സ്റ്റേറ്റ്സിന്റെ ഒരു കൺസോൾട്ടേഷൻ നടക്കാൻ തുടങ്ങി. ഇപ്പൊ പല്ലവാസ്, പാണ്ഡ്യാസ്, ചോളസ്, ചേരാസ് ഇവരുടെ കൺസോൾട്ടേഷനും ഇതിന് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് പറയാം. റോയൽ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഇനി ഇവിടെ നോക്കുന്നത്. അപ്പോ മൊണാർക്ക് വരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം പല്ലവ, പാണ്ഡ്യ, ചോള ഇവിടെയൊക്കെ തന്നെ പെട്രിലീനിയൽ ഡിസെന്റ് ആണ് വരുന്നത്. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ചേരാസിന്റെ മാട്രിലീനിയൽ ഡിസെന്റ് എന്ന് പറയുന്നത്. അത് അന്നൊരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ ചക്രവർത്തിയുടെ മോഡൽ, അതായത് മൊണാർക്ക് പ്യൂർ ആയിട്ടുള്ള മൊണാർക്ക് സിസ്റ്റം അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പ്രശസ്തീസ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോ ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ട് പറയാം. ഇവിടെ റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ് വരുന്നത്. വിച്ച് മേ ബി ഇൻ ദ സോങ് എന്തെങ്കിലും സോങ്സ് അല്ലെങ്കിൽ അങ്ങനെയും വരാം, ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ട് വരാം, ഇലാബറേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിലൂടെ നമുക്ക് ഇതിന്റെ ഒറിജിൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അച്ചീവ്മെന്റ്സും ഇതിന്റെ ഒറിജിൻ എങ്ങനെയാ സംഭവിച്ചത്. അപ്പൊ ആ പ്യൂർ ആയിട്ടുള്ള ടെക്സ്റ്റൈൽ എവിഡൻസ് ഉണ്ട്, നമുക്ക് ഇൻസ്ക്രിപ്ഷൻ എവിഡൻസ് ഉണ്ട്. റോയൽ പ്രസൻസ് എങ്ങനെയാണ് പിന്നീട് ഇൻസ്ക്രിപ്ഷൻസ് അതിലൂടെ ലൈക് ഗ്ലോബലി ഡേറ്റഡ് ഇൻ റെക്നൽ ഇയേഴ്സ്. ഇപ്പം സിവിൽ മിലിറ്ററി ഫങ്ഷണറീസിനെ എല്ലാം സ്റ്റേറ്റ് അതോറിറ്റീനെ പ്രൊജക്ട് ചെയ്യുന്നതായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റേറ്റിന്റെ ഏജൻസ് ആയിട്ട് ലൈക് ലാൻഡ് ഓഫ് മാഗ്നേറ്റ്സ് ആണ്. ഇപ്പം ഇന്റഗ്രേഷൻ ഓഫ് നോട്ടബിൾസ്, ഇവിടെ സ്റ്റേറ്റ് എൻലിസ്റ്റ് ചെയ്യപ്പെട്ട ഫങ്ഷണറീസ് ഉണ്ടായി. ഇവിടെ ലാൻഡഡ് മാഗ്നേറ്റ്സിന്റെ ക്ലാസ്സിൽ നിന്നും
സ്റ്റേറ്റ് കൊണ്ടുവരുന്ന ഫങ്ഷണറീസ് ആയിട്ട്, സ്റ്റേറ്റ് ഏജൻസ് ആയിട്ട് ഉണ്ടായി. ഇപ്പോ അവർക്ക് കുറച്ച് ടൈറ്റിൽസും കൊടുത്തിട്ടുണ്ട്. ഉദയൻ, വേലൻ, അറയൻ, മൂവേണ്ട വേലൻ, ഇങ്ങനെ ടൈറ്റിൽസ് കൊടുത്ത് അവർക്ക് ലാൻഡ് ഓണർഷിപ്പ് കൊടുത്ത് സ്റ്റേറ്റിന്റെ പൊസിഷൻ കൊടുത്ത് അവർ കുറച്ച് ഏജൻസ് ആക്കി വെച്ചിട്ടുണ്ട്, മാഗ്നറ്റ്സ് ആക്കി. ഇനി ഇവർക്ക് എന്തൊക്കെ ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഇപ്പം അധികാരീസ് ആയിട്ട് കുറച്ച് പവേഴ്സ് കൊടുത്തു. അതേപോലെ ദണ്ഡനായകൻസ് ആയിട്ട് ലൈക്ക് പണിഷ് ചെയ്യാനെല്ലാം ഒന്ന് ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പവർ കൊടുത്തു. ശ്രീകാര്യൻസ് ആയിട്ടും അവർക്ക് സെർവ് ചെയ്യാനുള്ള ഇത് കൊടുത്തു. ആൻഡ് ഓൾസോ ഇറ്റ് ഗോട്ട് ട്രാൻസ്ഫേർഡ് അക്രോസ് ടെറിട്ടറീസ്. ഒരു ഒഫീഷ്യൽഡം കിങ്സ് മെൻ എന്ന രീതിയിൽ ഇവര് അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഇതിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് ഇവർ പ്രാക്ടീസ് ചെയ്തത്, ഈ ഒരു പ്രാക്ടീസ് മെയിൻ ആയിട്ട് പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നത് ഏതൊരു കാലഘട്ടത്തിലാണ്? ഉത്തമ ചോളയുടെ കാലഘട്ടത്തിലാണ്. പിന്നീട് രാജരാജ വണ്ണിന്റെ കാലഘട്ടത്തിൽ ടേപ്പേർഡ് ഓഫ് ബൈ, പക്ഷേ അതിനുശേഷം കുലോത്തുംഗ ടൂവിന്റെ കാലഘട്ടത്തിൽ ഇത് കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. ഇവിടെ നടക്കുന്ന റവന്യൂ എക്സ്ട്രാക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പൊ ഇവിടെ പ്രൈമറി ആയിട്ട് കൊടുക്കുന്ന ടാക്സസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാല്, കത്തമൈ, ഇപ്പം റെന്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് റെന്റ് അല്ലെങ്കിൽ ഓബ്ലിഗേഷൻ, അതിന്റെ ടാക്സ്. പിന്നെ കുത്തിമയാണ് ഒക്യുപ്പൻസിയുടെ ഡ്യൂ കൊടുക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് വരുന്നത് ലേബർ സർവീസസിന്റെ കാര്യം പറയുമ്പോൾ, ഇപ്പം വേട്ടിയുണ്ട്, കമ്പൽസറി ആയിട്ടുള്ള ലേബറിന് റെന്റ് കൊടുക്കണം. പക്ഷെ അതെന്ന് പറയുന്നത് ഈ കഥമായി ഇൻക്രീസ് ചെയ്തതിനോട് ഒപ്പം അത് കുറഞ്ഞതായിട്ട് കാണാനായിട്ട് പറ്റും. അടുത്തെന്ന് പറഞ്ഞാല് പുരുവാരി തിനൈക് കാലം എന്ന് പറയുന്നത്. അപ്പൊ ചോള റവന്യൂ സെക്രട്ടേറിയറ്റ് ആയിട്ട് ക്യാപിറ്റലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഹൈറാർക്കി ഓഫ് ഓഫീസേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് രാജരാജ വണ്ണിന്റെ കാലഘട്ടത്തിൽ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റവും അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അവിടുത്തെ മിലിറ്ററിയും പോലീസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ ദണ്ഡനായകൻ, അതാണ് ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടി. സേനാപതി, മിലിറ്ററി പവർ, ഇവരെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്ത മിലിറ്ററി ഓർഗനൈസേഷൻ ശരിക്കും അവിടെ ഇൻടാക്ട് ആയിട്ട് ഉണ്ടായിരുന്നു. ഡിസ്പൈറ്റ് ലാക്കിംഗ് ഒരു സ്റ്റാൻഡിങ് ആർമി മാസീവായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവർ ഇങ്ങനെ കുറച്ച് അധികാരികളായിട്ടും ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി അപ്പാരറ്റസ് അവിടെ ഉണ്ടായിരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു കമ്പാനിയൻസ് ഓഫ് ഓണർ എന്ന് പറഞ്ഞു 100 ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. അവര് കാവല് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ, അതിന് കൊടുക്കാനായിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഉണ്ടായിരുന്നു. അതിന് ഫണ്ട് ചെയ്യുന്നത്, സോറി, ഇറ്റ് ഫങ്ഷൻഡ് ആസ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബോഡി ഗാർഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ മിലിറ്ററി ഫോഴ്സസിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നത് വെലൈക്കരാർ സോൾജേഴ്സ് ആണ്. അവർ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയും ലൈക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ബോഡി ഗാർഡ്സ് ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ആണ്. പാണ്ഡ്യാസ്, ചോളസിന്റെ ഏരിയയിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഹ്യൂജ് സ്റ്റാൻഡിങ് ആർമി അല്ല ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇവർ മെർസനറിയില് ഫോക്കസും അതിൽ റിലൈ ചെയ്തിട്ടാണ് ഇത്, അതായത് എലീറ്റ് ലീഡേഴ്സിനെയും റിലൈ ചെയ്തിട്ടാണ് ഈ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നത്, ആ സെക്യൂരിറ്റി സിസ്റ്റം. ഇനി ലോക്കാലിറ്റി ചീഫ്സ് എന്തൊക്കെയാന്ന് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ, സബോർഡിനേറ്റ് ആയിട്ട് കുറെ റൂളേഴ്സ്, അതായത് ഒരു റൂളറിന് താഴെ കുറെ ചീഫ്സ് ആയിട്ട് ഇങ്ങനെ അതിന്റെ ചീഫ്സ് ആയിട്ട് വരും. അതില് ഐസ്, വെയിൽസ്, മൂവാസ് ഒക്കെയാണ് അങ്ങനെ ലോക്കൽ ആയിട്ടുള്ള ചീഫായിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇവര് സുസർണീറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നു, അതായത് ആ റൂളറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഓഫ് ലൈക്ക് ഇപ്പോ മിലിറ്ററിയുടെ കേസ് ഓഫ് ഒരു വാർ, ഇവര് ദേ പേ അലീജിയൻസ് ടു ദാറ്റ് റൂളർ. ഇപ്പൊ അവര് മിലിറ്ററി ഫോഴ്സസ് സപ്ലൈ ചെയ്യുന്നു ഈ ഓവർലോഡ്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താന്ന് വെച്ചാൽ, ഈ ലോക്കൽ ചീഫ്സിന്റെ അവര് റവന്യൂ 2:1 റേഷ്യോയില് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ആരുമായിട്ട്, ഹെഡ് മെയിൻ റൂളറിന്റെ ആയിട്ട് റവന്യൂ കിട്ടുന്ന, അതായത് ടാക്സ് കിട്ടുന്നത് ഷെയർ ചെയ്യുന്നതായിട്ട് 2:1 റേഷ്യോയില് കാണാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് അലയൻസസ് ആണ്. ഇപ്പൊ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് മാട്രിമോണിയൽ അലയൻസസ്
കാണാനായിട്ട് നമുക്ക് പറ്റും. ഇത് സബോർഡിനേഷനെ കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്തിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ചീഫ്സ് തമ്മിലുള്ളത്. പിന്നെ ചോളയുടെ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് നടന്നത്? രാജരാജ വണ്ണിന്റെ സമയത്ത് ഇപ്പം ഈ ചീഫ്സ് എല്ലാം ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് ആയിട്ടുള്ള റോളിൽ നിന്ന് വാനിഷ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ഫങ്ഷണറീസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാം. ഇനി നോക്കാൻ പോകുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലോക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഊർ എന്ന് പറയുന്നത്. ഈ ഊർ എന്ന് പറയുന്നത് നോൺ ബ്രാഹ്മണിക്കൽ വില്ലേജസ് ആണ്. അപ്പൊ നോൺ ബ്രാഹ്മണിക്കൽ വില്ലേജസ് എന്ന് പറയുന്നതിൽ മെയിൻ ആയിട്ട് ഇപ്പം വെല്ലൻവായ്ക്കൽ അല്ലെങ്കിൽ ഊർസ്, അത് കൂടുതൽ ഇപ്പൊ ബ്രഹ്മദയൻസ് എന്ന് പറയുന്നത് കാളും, അതായത് ബ്രാഹ്മൺസിന് ഇപ്പൊ കൊടുക്കുന്ന ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്ന ഏരിയാസ്, അപ്പൊ ബ്രാഹ്മൺസ് ആണ് കൂടുതൽ. അപ്പൊ നോൺ ബ്രാഹ്മണിക്കൽ വില്ലേജസ് ആണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്നത് യൂർസ് എന്ന് പറയും. ഇപ്പോ ഇത് പക്ഷെ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള സൈറ്റ്സ് ആണ്, സ്പ്ലിറ്റ് ആയിട്ടാണ് ഈ ഏരിയാസ് വരുന്നത്. നോൺ ബ്രാഹ്മണിക്കൽ വില്ലേജസ് അവിടെ ലാൻഡ് ഓണേഴ്സ് ആയിട്ട് കുറച്ച് ഏരിയ ഉണ്ട്. യുർനാട്ടം എന്ന് പറഞ്ഞിട്ട് ആർട്ടിസൻസ് കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്, അതിനെ കമനക്കേരി എന്ന് പറയും. അത് ലേബറേഴ്സ് കൂടുതലുള്ള ഏരിയ ആണ്, അത് പരായ്ക്കേരി എന്ന് പറയും. പിന്നീട് ഈ ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള മുലുകുട്ടീസ് എന്ന് പറയുന്നത് യുവർ അസംബ്ലീസിന് മീറ്റ് ചെയ്ത് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇവര് എന്തൊക്കെ ഡിസൈഡ് ചെയ്യുന്നു? പ്രോപ്പർട്ടിയുടെ മാറ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ ഒരു കിങ്ങിന്റെ ഗവൺമെന്റിന്റെ ചാനലായിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും. ലോക്കൽ ലെവലിലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് അത് ഒരു കിങ്ങിനേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചാനലായിട്ട് ഇവർ ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തെന്ന് പറയുന്നത് ക്യൂട്ടീസിന്റെ കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് യൂണിറ്റ് ആണ് കൂത്തീസ് എന്ന് പറയുന്നത്. ഇത് ഫോമിംഗ് ദ ഫൗണ്ടേഷൻ ഓഫ് പ്രൈമറി പ്രൊഡക്ഷൻ. ബേസിക് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് യൂണിറ്റിനെയാണ് ഇത് പറയുന്നത്. ഏറ്റവും താഴെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ കിടക്കുന്നത് ലോക്കൽ ഗ്രൂപ്പ്. അടുത്തത് വരുന്നത് നാടാണ്. അപ്പൊ ഈ നാട് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് സെറ്റ് എന്ന് പറയുന്നത് വില്ലേജസിന്റെ ഗ്രൂപ്പിംഗ്സ് ആയിട്ട് നമുക്ക് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് പറയാൻ പറ്റും. വെല്ലൻ വാക്കായ് വില്ലേജസിന്റെ ഗ്രൂപ്പിംഗ്സ് ആയിട്ട് പറയാം. ഒരു നാച്ചുറൽ ബൗണ്ടറീസ് ഇല്ല ഇവർക്ക്. ഇപ്പം തോന്നുന്ന പോലെയുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അഗ്രേറിയൻ ഗ്രൂപ്പിംഗ് വെച്ചിട്ടായിരിക്കും നാട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവര് ഇറിഗേഷൻ മാനേജ് ചെയ്യുന്നു, ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാട്ടുവാരി അല്ലെങ്കിൽ നാട്ടുപുറം ഇത് പേ ചെയ്യുന്നവരാണ്. സ്റ്റേറ്റിന്റെ ഏജന്റ്, ഇപ്പൊ ഇത് സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഏജന്റ് ആണ് ഉള്ളത് ഇവിടെ. ബൗണ്ടറി ഡീലിമിറ്റ് ചെയ്ത് അവരാണ് തീരുമാനിക്കുന്നത്. ടെമ്പിൾസ് മാനേജ് ചെയ്യും, ടാക്സ് കളക്ഷൻ നടത്തും, ഇതെല്ലാം ചെയ്യും. സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇത് ലോക്കൽ ഗ്രൂപ്പാണ്. അതേപോലെയാണ് അടുത്തത് വലനാട്സ് എന്ന് പറയുന്നത്. ഇവര് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള നാടിന് പകരം വലനാട്സ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അടുത്ത ലോക്കൽ ഗ്രൂപ്പ്സ് ആണ് സഭ, നഗരം എന്ന് പറയുന്നത്. ഇപ്പൊ സഭ എന്താന്ന് വെച്ചാൽ ബ്രാഹ്മൺസിന്റെ കോർപ്പറേറ്റ് ബോഡീസ് ഹെൽഡ് ചെയ്യുന്നതാണ്. അവർ ഈ ബ്രഹ്മദേയംസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത്, ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നതിന്. ഇപ്പം ഇവര് ഫോളോ ചെയ്യുന്നത് ധർമ്മശാസ്ത്രേനാണ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇപ്പം ഉത്തർമേരൂർ ഇൻസ്ക്രിപ്ഷൻ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതിലൂടെ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ലൈക്ക് ഇവരിത് ഫോളോ ചെയ്യുന്നത്. പിന്നെ മെയിൻറ്റെയിൻ സോൾഡാരിറ്റീസ് നോൺ കൾട്ടിവേറ്റിംഗ് ഇന്റർമീഡിയറി ആയിട്ട് സഭയിലെ ആൾക്കാർ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നഗരം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ട്രേഡേഴ്സ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ, ഫിസിക്കൽ മണി മാറ്റേഴ്സിൽ, ജുഡീഷ്യൽ റൈറ്റിന്റെ കാര്യത്തിലെല്ലാം ട്രേഡേഴ്സ് ഓർഗനൈസ് ചെയ്ത് ഒരു ലോക്കൽ ഗ്രൂപ്പാണ് നഗരം കംപ്രൈസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ സിറിയൻ ക്രിസ്ത്യൻ സെറ്റിൽമെന്റ് കൊല്ലത്തുള്ളത് അതിന്റെ ഒരു എക്സാമ്പിൾ, നഗരത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഐഡിയോളജി എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ സ്ട്രാറ്റിഫിക്കേഷൻ, ഈ സ്പ്ലിറ്റ് നടക്കുന്ന ഇവിടെ ജാതി സിസ്റ്റം കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ടായി. റിച്വലും എക്കണോമിക് ഗ്രേഡ്
പ്രകാരം ജാതി സിസ്റ്റത്തിന്റെ കൺസോൾട്ടേഷൻ വീണ്ടും വരും. അപ്പൊ ഇതിനെ എന്ന് വെച്ചാൽ അതിനൊരു സാങ്ഷൻ കൊടുക്കുന്നത് വർണ്ണ വർണ്ണശ്രമ ധർമ്മം വെച്ചിട്ടാണ്. അപ്പൊ അതുവഴി ഈ സൊസൈറ്റീനെ സ്ട്രാറ്റിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ടെമ്പിളിന്റെ കാര്യം, അത് എമേർജ് ചെയ്തത് ലാൻഡഡ് മാഗ്നറ്റ്സ് അതേ കണക്ക് അവര് അതായിട്ട് തന്നെ ടെമ്പിൾസ് എമേർജ് ചെയ്യുന്നത് ഒരു ലാർജ് സെക്ഷൻ ഓഫ് പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ടെമ്പിൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആസ് ആൻ ഇത് ഭക്തി മൂവ്മെന്റും ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. കാര്യം അപ്പോഴാണ് ഈ ഒരു റീസർജൻസ് വരുന്നത്. പുതിയൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഓർഡറിന്റെ ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായത് ഈ ഭക്തി മൂവ്മെന്റ് ആണ്. ഇപ്പൊ ഡിപ്പെൻഡൻസിനെയും സറണ്ടറിനെയൊക്കെ കൂടുതൽ സാങ്ക്ടിഫൈ ചെയ്ത് കാണിച്ചത് ഈ ഒരു കാലഘട്ടത്തിലുമാണ്. കുറച്ച് കോൺസെപ്റ്റുവൽ കൺസിഡറേഷൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ മോഡൽസ് അനലൈസ് ചെയ്യുമ്പോൾ ഇമ്പീരിയൽ മോഡൽ KN ശാസ്ത്രി പറയുന്നതെന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എംപയർ ഉണ്ടായിരുന്നു. ബൈസെന്റൈൻ റോയാലിറ്റി സിസ്റ്റം ഉണ്ടായിരുന്നു. മാസീവ് ആയിട്ടുള്ള ബ്യൂറോക്രസി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള. പിന്നീട് സെഗ്മെന്ററി സ്റ്റേറ്റിന്റെ കോൺസെപ്റ്റ് വരുന്ന മോഡൽ എന്ന് പറയുന്നത് ഡി സ്റ്റെയിൻ ആണ് കൊണ്ടുവരുന്നത്. ഇവിടെ രണ്ട് സോവറിൻ കാണും. അതായത് പൊളിറ്റിക്കലും റിച്വൽ സോവറിൻ. അതായത് പൊളിറ്റിക്കലി ഹെഡ് ഓഫ് ദ സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി. ഇപ്പം റിച്വൽസിന്റെ കാരണത്തിൽ ഇക്കാര്യത്തിലൊക്കെ വരുന്ന കാര്യത്തിൽ സുപ്രീം ആയിട്ടുള്ള ഒരു സോവറിൻ അതോറിറ്റി അങ്ങനെ കാണും. പിരമിഡൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റെയിൻ പറയുന്നത് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അപ്ലൈങ് ഈ ട്രൈബൽ മോഡൽസ് വെച്ചിട്ട് ലിറ്ററേറ്റ് സൊസൈറ്റീനെ വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഈ പിരമിഡൽ സെഗ്മെന്റേഷൻ വഴി സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പൊ അത് ലിറ്ററേറ്റ് സൊസൈറ്റീസിൽ ആപ്ലിക്കബിൾ ആവുന്നു എന്നുള്ളതിന് ക്രിറ്റിസിസമാണ്. പിന്നീട് ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത് നാരായണൻ വെളുത്തട്ട് എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ഇവിടെ ഭക്തി പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിന് ഫ്യൂഡൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഫ്യൂഡൽ സിസ്റ്റം വീണ്ടും തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഷിഫ്റ്റ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ റീസെന്റ് സ്റ്റഡീസ് ആയിട്ട് ഇപ്പൊ കരശിമ വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ട് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് അവർ ചെയ്തു. അപ്പൊ ഏർലിയർ ആ ഒരു സ്പെക്കുലേഷൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ടായി. അതൊക്കെ എവിഡൻസ് ബാക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് റീസെന്റ് സ്റ്റഡീസ്. യൂണിറ്റ് 9ലേക്ക് കിടക്കുമ്പോഴത്തേക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോളിറ്റീസ് ഇൻ ഹിമാലയൻ റീജിയൻ ആണ്. ഇവിടെ സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഹിമാലയാസിന്റെ ആണ് കൂടുതൽ നോക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പം ഹിമാലയാസ് എടുക്കുമ്പോൾ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ജോഗ്രഫിക്കൽ ലിമിറ്റ് ആണ്. അതിന്റെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് എംപയർ അവിടെ ബിൽഡ് ചെയ്യുന്നതിന് വളരെയധികം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പോ ചെറിയ വാറിംഗ് പ്രിൻസിപ്പാലിറ്റീസിന് കാരണമായിട്ടുണ്ട് ഈ ഒരു ജോഗ്രഫിക്കൽ ലിമിറ്റ് കാരണം. 4 കൾച്ചറൽ ഇൻഫ്ലക്സസ് ആണ് ശരിക്കും ഈ റീജിയനിൽ പറയപ്പെടുന്നത്. ഫസ്റ്റ് ഹിന്ദു ആണ്, പിന്നെ ലാവൈസ് ബുദ്ധിസ്റ്റ് ആണ്, പിന്നെ ഇസ്ലാമിക് കൾച്ചർ, പിന്നെ അനിമിസ്റ്റിക് കൾച്ചർ. ഇതെല്ലാം ഹിമാലയാസിൽ കൺവേർജ് ചെയ്യുന്ന കൾച്ചേഴ്സ് ആയിട്ട് പറയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നീട് സ്റ്റേറ്റ് ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ രജപുത്സ് ശരിക്കും ഈ റീജിയൻ പെനിട്രേറ്റ് ചെയ്തിട്ട് ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. ലോക്കൽ സ്റ്റേറ്റ് ഫോർമേഷൻ ആണെന്നുള്ളത് അവര് കാരണം ഉണ്ടായിട്ടുള്ളത്. ലാൻഡ് ഗ്രാൻസ് കൊടുത്തു ബ്രാഹ്മിൻസിന്. അതുവഴി ഈ ബ്രാഹ്മിൻസിന് ലാൻഡ് ഗ്രാൻസ് കൊടുത്ത് അവർ ലെജിറ്റിമസി രജപുത്സിന് കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെസ്റ്റേൺ ഹിമാലയാസിന്റെ ഭാഗത്തിൽ വരുന്നത് കശ്മീരാണ്. അപ്പൊ കശ്മീരിന്റെ സമയത്ത് സ്ഥലം പറയുന്നതെന്ന് വെച്ചാൽ കാർക്കോട ആൻഡ് ഉത്പാല ഡൈനാസ്റ്റി ആണ് ഫേമസ് ആയിട്ട് വരുന്നത്. കാർക്കോട 7th to 9th century സിയിലാണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ള ലീഡർ കിങ് എന്ന് പറയുന്നത് ലളിതാദിത്യയാണ്. എക്സ്പാൻഡഡ് ഇൻടു പഞ്ചാബിന്റെ റീജിയൻ, ഹനൌജ് റീജിയൻ, ടിബറ്റ് റീജിയൻ. ഇവർക്ക് ആർക്കിടെക്ചറൽ പേട്രണേജ് ഒരുപാടധികം ബിൽഡ് ചെയ്യാനായിട്ടും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. ഇനി
അടുത്ത റീജിയൻ എന്ന് പറയുന്നത് ഉത്പാല ഡൈനാസ്റ്റിയാണ് അടുത്ത ഡൈനാസ്റ്റി. 855 to 883 സിയിലാണ് ഇവർ വരുന്നത്. ഇവിടെ അവന്തിവർമ്മനാണ് മെയിൻ ആയിട്ടുള്ള ഒരു ലീഡർ ആയിട്ട് പറയുന്നത്. ബ്രോഡ് കൺസോൾട്ടേഷൻ ആൻഡ് പ്രോസ്പെരിറ്റി ഇൻ ദിസ് റീജിയൻ, ഇൻ ദിസ് ഡൈനാസ്റ്റി ഉത്പാല. ഇവിടെ ലേറ്റർ കിങ്സ് വന്ന സമയത്ത് ഫോഴ്സ്ഡ് ലേബർ ഒക്കെ വെച്ച് ബെഗാരസ് ഫോഴ്സ്ഡ് ലേബർ അന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഡൈനാസ്റ്റിനെ കുറച്ച് വീക്കൻ ആക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുന്നത് ലൊഹാര ഡൈനാസ്റ്റി, അതും ജമ്മു ഏരിയയുടേതാണ്. ഇവിടെ ജമ്മുവിൽ പറയുന്നതെന്ന് പറയുന്നത് ടക്കാസ്, ഹൂനാസ് ആണ് ആദ്യം റൂൾ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ അതിനെ സപ്ലാന്റ് ചെയ്തിട്ടാണ് തക്കാസ് വരുന്നത്. പിന്നീട് ഥർ ഡൈനാസ്റ്റി 845 സി വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ദേവ് ഡൈനാസ്റ്റി ആണ് 850 to 1423 സിയിൽ എമർജ് ചെയ്ത് വരുന്നത്. ഇതേ കണക്ക് വേറൊരു ഏരിയ ആണ് ഇപ്പം ഹൗസ് ഓഫ് ലൊഹാര. ഇവിടെ ഇപ്പൊ ക്വീൻ ദിബ്ബയാണ് ഈ ഒരു ഏരിയയിൽ ലൊഹാര ഡൈനാസ്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് റൂൾ ചെയ്തിട്ടുള്ളത് ക്വീൻ ദിബ. അതിനുശേഷം ഫ്യൂഡൽ സിവിൽ വാർസ് നടക്കും. കിങ്സും ലോയേഴ്സും ലാവണ്യാസ ദാമരാസ് തമ്മിൽ വളരെയധികം ഫ്യൂഡൽ സിവിൽ വാർസ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ലൊഹാര ഡൈനാസ്റ്റി. പിന്നീട് ട്രേഡ് ആൻഡ് ടെമ്പിൾ ഇവിടെ എങ്ങനെയാണ്? ഇപ്പൊ ജമ്മു റീജിയൻ എടുക്കുമ്പോൾ ജമ്മുവിന്റെ റൂളേഴ്സ് ട്രേഡ് റിവൈവ് ചെയ്തെടുത്തു. ടെമ്പിൾസ് പ്രൈമർലി ബിൽഡ് ചെയ്ത് ട്രേഡ് ഗിൽഡ് വെച്ചിട്ടായിരുന്നു. അപ്പം അവർ കീ റൂട്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് മെർച്ചന്റ് ഗിൽഡ്സ് വെച്ചിട്ട് ടെമ്പിൾസിനെ ബിൽഡ് ചെയ്യാനായിട്ടും ഈ ഒരു ഏരിയയിൽ അവർ ശ്രമിച്ചിട്ടുണ്ട്. അടുത്തത് വെസ്റ്റേൺ ഹിമാലയ റീജിയനാണ്, ലഡാക്ക് റീജിയനിൽ വരാം. അപ്പം ടിബറ്റൻ സൂസർണിറ്റി പറയപ്പെടുന്ന റീജിയൻ, അതായത് ഇപ്പൊ സിൽക്ക് റൂട്ടിന്റെ ഇപ്പം പഴയ ചൈനീസ് സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഏരിയയാണ്. ഹെവിലി ടിബറ്റൻ എംപയറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെ. യാർലുങ് ഡൈനാസ്റ്റി ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇപ്പോ ലാങ് ധർമ്മയുടെ ഡെത്തിന് ശേഷം, അതായത് 842 സി ആ കാലഘട്ടത്തിന്റെ സമയത്ത് ഖൈഡ് നീമാഗോൺ എസ്റ്റാബ്ലിഷ്ഡ് ഒരു റൂൾ ഓവർ വെസ്റ്റേൺ ടിബറ്റിന്റെ റീജിയനിൽ. പിന്നീട് ഈ ലഡാക്കി കിങ്ഡം അവർ ഫോം ചെയ്യുന്നുണ്ട്. ലഡാക്കി കിങ്ഡം ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് മാരിയൂളിന്റെ ഇതിലാണ്. അപ്പൊ പാൽഗിയോൺ ആണ് ശരിക്കും ലഡാക്കി കിങ്ഡം ഫൗണ്ട് ചെയ്ത് വെക്കുന്നത്. ഈ ബുദ്ധിസം എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിസത്തിന്റെ ഒറിജിൻ ആയിട്ട് തന്നെ നമുക്ക് ശരിക്കും ടിബറ്റിനെ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഷാമനിസം പിന്നീട് ഹെഡ് ചെയ്ത് ഷാമനിസം അവിടെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ലഡാക്ക് എന്ന് പറയുന്ന റീജിയൻ ശരിക്കും വെസ്റ്റേൺ ഹിമാലയയുടെ പോർഷനിലെ ശരിക്കും ട്രേഡ് ഹബായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയാം. ലഡാക്കിന്റെ ക്യാപിറ്റൽ ലേയില് ഒരു മേജർ ആയിട്ടുള്ള കോമേഴ്ഷ്യൽ സെന്റർ ആയിരുന്നു. ചൈനയിൽ നിന്ന് ടിബറ്റിൽ നിന്നും തുർക്കിസ്ഥാനിൽ നിന്നും വരുന്നതിന്റെ കാരവാൻസിൽ. അടുത്ത ഹിമാലയയുടെ പോർഷൻ സെൻട്രൽ ഏരിയ ആണ്. അപ്പൊ അത് ഹിമാചൽ പ്രദേശിന്റെ ഏരിയ ആയിട്ടൊക്കെ വരും. അപ്പൊ അവിടെ ഏർലി റൂളേഴ്സ് എന്ന് പറയുന്നതില് ആദ്യം ഡോമിനേറ്റ് ചെയ്തിരുന്നത് തക്കൂസും റാണാസും ആണ് ഹർഷയ്ക്ക് മുന്നേ. പിന്നീട് ഹൂന ഇൻവേഷൻ നടക്കുന്ന സമയം, അതായത് സ്കന്ദഗുപ്തയുടെ സമയം, അദ്ദേഹത്തിന്റെ കാലഘട്ടം, അവിടെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടാവുകയും ലോക്കൽ പ്രിൻസിപ്പാലിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം തുർക്കിഷ് ഇൻവേഷൻ നടക്കുന്നുണ്ട് അവിടെ, ഗസ്നിയുടെ ഇൻവേഷൻ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 1009 സിയില് ക്യാപിറ്റലിനെ ഡീപ്പർ അവരുടെ ഹില്ലിലേക്ക് അവർക്ക് ക്യാപിറ്റലിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലഹൗൽ ആൻഡ് സ്പീതി ആണ്. ഇവിടെ ഇതിനെ റൂൾ ചെയ്തിരുന്ന പെറ്റി ചീഫ്റ്റൻസ് ആയിരുന്നു. കുറച്ച് ഇപ്പം ടിബറ്റൻ ഒറിജിൻ ഉള്ള ചീഫ്റ്റൻസ് ആണ് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെ സബ്ജക്ട് ചെയ്തിട്ട് ലഡാക്ക് അല്ലെങ്കിൽ കുളു റീജിയനിലാണ് വരുന്നത്. അടുത്തത് രജ്പുത് സ്റ്റേറ്റ്സിന്റെയും കതോച്ചിന്റെയും കാര്യമാണ്. ഇപ്പൊ കതോച്ച് ഡൈനാസ്റ്റി, അതും രജ്പുത്തിന്റെ പെനട്രേഷൻ എന്നാണ്. പോസ്റ്റ് ഹർഷയുടെ കാലഘട്ടത്തിന് ശേഷം രജപുത്സിനെ ഡിഫീറ്റ് ചെയ്ത് അവര്
അവര് ഹിൽസിലോട്ട് പിന്നീട് മാറി താമസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനുശേഷം സ്റ്റേറ്റ്സ് കുറെ ഫോം ചെയ്തു. സിർമൂർ, മണ്ഡി, ബിലാസ്പൂർ, നൂർപൂർ, ചമ്പ ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഇവിടെ നടന്നെന്ന് വെച്ചിട്ട് ഈ ഹിൽ സ്റ്റേറ്റ്സ് ഇപ്പം ഈ ഇവര് രജപുത്സ് ഹില്ലിലേക്ക് ഫ്ലഡ് ചെയ്യുന്ന സമയം ഹിൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഡീലിംഗ് ആയി നോർത്തേൺ ഇന്ത്യയിൽ നിന്ന് കുറച്ച് അവർ മാറി ഇൻവേഷൻസിന്റെ ഭാഗമായിട്ട്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് കതോജ് എന്ന് പറയുന്നത്. അപ്പൊ കതോജ് ഡൈനാസ്റ്റിയുടെ ഇവിടെ ഈ നഗർകോത്ത് എന്ന് പറയുന്നത് റീജൻ അത് ഗസ്നി മഹ്മൂദിന് പോയിട്ടുണ്ടായിരുന്നു 1009 സിയില്. പിന്നീട് ഈ നാഗർകോടിനെ റിസ്റ്റോർ ചെയ്ത് എടുക്കുന്ന പറയുന്നത് റിക്കവർ ആവുന്നത് 1060 സി കാലഘട്ടത്തിലാണ്. ഇനി അടുത്ത പോർഷൻ സെൻട്രൽ ഹിമാലയയുടെ ഉത്തരാഖണ്ഡ് റീജിയനിലെയാണ്. ഇവിടെയുള്ള ഡൈനാസ്റ്റി എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് പോയിന്റ് പറയുമ്പോൾ പത്തിയൂരി ഡൈനാസ്റ്റി പറയാൻ പറ്റും. അവിടെ കുമാവൂനെ റൂൾ ചെയ്തിട്ടുള്ളതാണ് പറയാൻ 7th to 11th സെഞ്ചുറി സമയം. പിന്നീട് റൂൾ ഫ്രം ജോഷിമാത്. പിന്നീട് ആ പത്തിയൂർ വാലിയുടെ റീജിയൻ തൊട്ടും ആ ഡൈനാസ്റ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ റിയൽമിനെ ഡിവൈഡ് ചെയ്ത് കുറച്ച് മണ്ഡലാസ് ആക്കി ഡിവൈഡ് ചെയ്ത് ആ മണ്ഡലാസിനെ ഹെഡ് ചെയ്യുന്നത് കോട്ട്പാൽസ് ആയിരുന്നു പത്തിയൂർ ഡൈനാസ്റ്റിനെ. പിന്നെ പത്തിയൂരിക്ക് ശേഷം ഉള്ള ഡൈനാസ്റ്റി ഉത്തരാഖണ്ഡ് വരുന്നത് വെച്ചാൽ ഇപ്പം ലോക്കൽ ആയിട്ടുള്ള ഗർപത്തീസ് ഉണ്ടായിരുന്നു. അവര് സ്മോളർ ഏരിയാസിന് സ്മോളർ ഫോർട്സിന് അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് കത്തിയൂരിക്ക് ശേഷം ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഇതിന്റെ കൺസോൾട്ടേഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് സോംചന്ദ് ആണ് കുമാവൂണിനെയും യൂണിഫൈ ചെയ്യുന്നത് 960 സിന്റെ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ ഈ അജയ്പാൽ പൻവർ ഗർവാളിന്റെ ചീഫ്ഡംസിനെ 13th സെഞ്ചുറിയിൽ സബ്ജുഗേറ്റ് ചെയ്യുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ. ഈ നമ്മളെ ഈസ്റ്റേൺ ഹിമാലയാസിന്റെ പോളിറ്റീസ് ആണ് നോക്കുന്നത്, ഹിമാലയൻ റീജിയന്. അപ്പൊ ഈ റീജിയൻ സിറ്റുവേറ്റ് ചെയ്യുന്ന ഇവിടെ പറയുമ്പോഴത്തേക്കും ഇതിന്റെ ജോഗ്രഫി എന്റെ ബോർഡർ പറയുമ്പോൾ ഭൂട്ടാൻ, സിക്കിം, അരുണാചൽ പ്രദേശ്, ഡാർജിലിംഗ്, സബ് ഹിമാലയൻ ആസാം ഈ റീജിയൻസിന്റെ ഏരിയയിലാണ് വരുന്നത്. ഇവിടെ 3 സ്റ്റേറ്റ് സ്റ്റേറ്റിന് മുന്നിൽ ചീഫ്സ് ഹെഡ് ചെയ്യുന്ന ടൈമായിരുന്നു 7th to 13th സെഞ്ചുറി സി വരെ ഉണ്ടായിരുന്നത്. അപ്പൊ സിക്കിമിൽ ഇമ്പോർട്ടന്റ് ആണ് ലെപ്ച സെറ്റിലേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് പുതു ടൈറ്റിൽ ഉണ്ടായിരുന്നു. അതേപോലെ പോത്തിയ മൈഗ്രേഷൻസ് കൂടുതൽ കാരണം സ്റ്റേറ്റ് ഫോം ചെയ്യുകയാണ് അവിടെ ചെയ്തിട്ടുണ്ടായത്. ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ ഫ്ലൂട്ടി പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ക്വാളിറ്റീസ് ഇപ്പം കാമരൂപ ക്വാളിറ്റി ഒക്കെ ഇത് എക്സ്റ്റെൻഡഡ് ഫാർ ബിയോണ്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ബൗണ്ടറിക്ക് പുറമേ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബൗണ്ടറി അത്ര സ്ട്രിക്റ്റ് ആയിട്ട് കൺഫൈൻഡ് അല്ലായിരുന്നു. മൊന്യൂൾ ആൻഡ് ചുട്ടിയ കിങ്ഡംസ് ആണ്. മൊന്യൂൾ റീജിയന്റെ സമയം ഇവിടെ എന്ന് പറയുന്നത് റീജിയനിൽ മൊൻപ പീപ്പിൾ ഇൻഹാബിറ്റ് ചെയ്യുന്ന റീജിയനാണ് മൊന്യൂൾ എന്ന് പറയുന്നത്. അവിടെ 9th സെഞ്ചുറി സി കാലഘട്ടത്തിൽ ടിബറ്റൻ പ്രിൻസിനെ എക്സൈൽ ചെയ്യപ്പെട്ട ടിബറ്റൻ പ്രിൻസ് ക്ലാൻസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. സീനിയർ അല്ലെങ്കിൽ ജൂനിയർ ക്ലാൻസ് ആക്കി മാറ്റി. അണ്ടർ ഈ ടിബറ്റൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലുള്ളതിൽ ഈ മൊന്യൂൾ റീജിയനിൽ ഇമ്പോസ് ചെയ്ത ടാക്സ് ആണ് ഖ്രേ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുന്ന ചുട്ടിയ കിങ്ഡം ആണ്. അവിടെ ബോഡോ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് ആണ് ഈ ഒരു ഏരിയ ഈ കിങ്ഡമിൽ ഉണ്ടായിരുന്നത്. ഇവിടെ മിഡ് 14th സെഞ്ചുറി സിയിലാണ് സാദിയ ഏരിയയിലാണ് ഡോമിനന്റ് ആയിട്ട് എമേർജ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ലെജിറ്റിമസി നമുക്ക് എവിടെ കാണാം എന്ന് വെച്ചാൽ ഇപ്പൊ ചുട്ടിയുടേത് എപ്പിഗ്രാഫ്സിൽ തന്നെയാണ്. ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു. ചുട്ടിയ കിങ്സ് ഡൊണേറ്റിംഗ് ടു ബ്രാഹ്മൺസിന് ഡൊണേഷൻ കൊടുക്കുന്നത്, ചീഫ്റ്റൻസ് സ്റ്റേറ്റ്ഹുഡിലേക്ക് ഇത് ട്രാൻസിഷൻ ചെയ്ത് മാറുന്നത്, ഇതെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് കാണാനായിട്ട് പറ്റും. അടുത്തത് നാവക ആൻഡ് കാമരൂപ വർമൻസിന്റെ ഇത്. ഇപ്പൊ കാമരൂപ വർമൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് പ്രഗ്ജോഷ്യ ഇൻ എപ്പിക്സിൽ ഒക്കെ നമുക്കത് പറയാൻ പറ്റും. ട്രിബ്യൂട്ടറി സ്റ്റേറ്റ് ടു ഗുപ്താസ് ആയിരുന്നു. ഒറിജിനലി ഇത് ഗുപ്തയുടെ ട്രിബ്യൂട്ടറി സ്റ്റേറ്റ് ആയിരുന്നു.
ഇപ്പൊ വർമ്മൻ ഡൈനാസ്റ്റി വരുന്നത് 4th-7th സെഞ്ചുറി സിയിലാണ്. ഇത് ഇപ്പം മിത്തില് പറയുമ്പോഴത്തേക്കും നാരക്കാന്റെ ഒറിജിൻ ആയിട്ട് ട്രേസ് ചെയ്യാനായിട്ടും പറ്റും. പുഷ്യവർമ്മനാണ് ഇത് ഈ ലൈൻ ഫൗണ്ടർ ആയിട്ട് പറയുന്നത്. ഭാസ്കരവർമ്മനാണ് ഇതിന്റെ ലാസ്റ്റ് ഹെഡ് ചെയ്തിരുന്നത്, ലീഡർ ആയിട്ട് വരുന്നത്. പിന്നീട് ഓൾസോ ഈ പൊസസ് ശ്രീയർത്ത ആൻഡ് കർണസുവർണ. വേറൊരു കിങ്ഡം എന്ന് പറയുന്നത് ദാവക കിങ്ഡം ആണ്. ഇത് കപിലി വാലിയിൽ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ഏരിയന് എന്നിട്ട് അത് അബ്സോർബ് ചെയ്ത് കാമരൂപ അബ്സോർബ് ചെയ്ത് അതായത് കല്യാണവർമ്മന്റെ റൈനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നീട് നടന്നതെന്ന് വെച്ചാൽ ഈ കാമരൂപ അബ്സോർബ് ചെയ്ത് 420-440 സിയിൽ ദാവക കിങ്ഡം ഇത് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ കാമരൂപയുടെ തന്നെ സ്ഥലസ്തംഭാസിന്റെയും പാലാസിന്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ സ്ഥലസ്തംഭാസ് എന്ന് പറയുന്നത് 7th-10th സെഞ്ചുറി സിയിലാണ് വരുന്നത്. അവിടെ നോൺ ആര്യൻ ആയിട്ടുള്ള ഒറിജിനുള്ള ആൾക്കാരാണ്, അവരെ മ്ലേച്ഛാസ് എന്ന് പറയും. ഇവിടെ സ്ഥലസ്തംഭാസ് എന്ന് പറയുന്നതിന്റെ ക്യാപിറ്റൽ മാറ്റി അവര് ഹരുപേശ്വരയിലൊക്കെ ആക്കി. അതേപോലെ തന്നെ ഇമ്പീരിയൽ ടൈറ്റിൽസ് അസൈൻ ചെയ്തിട്ട് അസ്യൂം ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എക്സാമ്പിൾ ഇപ്പൊ വർമ്മദേവ ഒരു എക്സാമ്പിൾ ആണ്. പാല ഡൈനാസ്റ്റിയുടെ കാര്യവും ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ 10th-12th സെഞ്ചുറി സിയുടെ കാലഘട്ടത്തില് രത്നപാല ഓഫ് പാല ഈ ദുർജയുടെ ആ ഒരു ഏരിയ ഫോർട്ടിഫൈ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ ഈ പിന്നീട് ധർമ്മപാല ഓഫ് പാലയിൽ ഇതിന്റെ ക്യാപിറ്റല് മാറ്റി കാമരൂപം നഗരയിലേക്ക് മാറ്റുന്നതായിട്ട് കാണാം. ഇനി ഇതിന്റെ ലാൻഡ് ഗ്രാൻസിന്റെ സിസ്റ്റം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രാഹ്മിൺസിന് ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നത് ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഈവൻ ദോ ഇപ്പൊ നോൺ ആര്യൻ പോപ്പുലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിന് റൂള് ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ നമ്മൾ ഈ ബ്ലോക്സിൽ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ടേംസിനാണ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുന്നത്. സാമന്ത എന്ന് പറയുന്ന ടേം, അതായത് ഫ്യൂഡേറ്റർസ് അല്ലെങ്കിൽ വസൽസ്, അവര് ഏർലി മിഡീവൽ ഹൈറാർക്കിക്കൽ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, ആ ഒരു ഡിവിഷൻ. അടുത്തത് ബ്രഹ്മതയാണ്. അത് നമ്മൾ പറഞ്ഞ പോലെ ബ്രാഹ്മിൺസിന് കൊടുക്കുന്ന ലാൻഡ് ഗ്രാൻസ് ആണ്. റീജനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നിർത്താനും ലെജിറ്റിമസി അവർക്ക് ഉറപ്പുവരുത്താനും. നാട് എന്ന് പറയുന്നത് അഗ്രേറിയൻ വില്ലേജിന്റെ ഇപ്പൊ സൗത്തിലുള്ള അഗ്രേറിയൻ വില്ലേജിന്റെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നാട് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ നാട് എന്ന് പറയാറുണ്ട്. അടുത്തത് കട്ടമൈ അല്ലെങ്കിൽ വേട്ടി എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആൻഡ് കമ്പൽസറി ലേബറിന് ആണ് പറയുന്നത്. അവർ റെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയാം. അടുത്തത് ബെഗാർ എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ലേബർ സിസ്റ്റം ആണ് ഹിമാലയൻ റീജിയനിൽ വരുന്നത്. അപ്പൊ ഈ റീജിയൻസ് എല്ലാം ഒന്ന് എടുത്താൽ പോലും സിമിലർ ആയിട്ട് നിൽക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഫോർമേഷൻ നടക്കുന്നത് മെയിൻലി ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്, ബ്രാഹ്മിൺസിന് കൊടുക്കുന്നത് കൂടുതലായിട്ട് കൂടിയ സമയത്ത്. അതേപോലെ ഈ ലോക്കൽ ട്രൈബിനെ ഇവർ ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടും സ്റ്റേറ്റ് ഫോർമേഷൻ ഇവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ലെജിറ്റിമസി എന്ന് വെച്ചാൽ ഇവര് ലെജിറ്റിമസി അസേർട്ട് ചെയ്തിരുന്നത്, റൂളേഴ്സ് അസേർട്ട് ചെയ്തിരുന്നത് ബ്രാഹ്മണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബ്രാഹ്മണിക്കൽ ജെനിയോളജി വെച്ചിട്ട് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അവർ സ്റ്റേറ്റ്ഹുഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് കാണാനായിട്ട് ഇവിടെ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ റിവൈസ് ചെയ്തിട്ടുള്ളത്.